മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇന്ന് സംഭവിച്ചത് നമ്മുടെ ശൈത്യം ഭയങ്കര ഫയറായിട്ട് വരികയാണ്. അനുമോൾക്ക് പുറത്തൊരു അഫെയർ ഉണ്ട്. ആ കാര്യം പറഞ്ഞത് ഞാനല്ല, എന്നോട് പറഞ്ഞത് ആര്യനാണ്. ആര്യനോട് പറഞ്ഞത് മസ്താനിയാണ്. ആര്യനോട് പോയി ശൈത്യം ചോദിക്കുകയാണ്, നീ അല്ലടാ പറഞ്ഞത് എന്നോട് അനുമോൾക്ക് പുറത്തൊരു അഫെയർ ഉണ്ടെന്ന്, ഞാനാണോ നിന്നോട് ആ കാര്യം പറഞ്ഞത്? അപ്പോൾ ആര്യം പറഞ്ഞേ, നീയൊന്നുമല്ല ശൈത്യം, നീ ഇന്നസെൻറ്റ്, നീയൊന്നുമല്ല, ഇതെനിക്ക് പുറത്തുനിന്ന് അറിയുന്ന കാര്യമാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ നിന്നോട് മസ്താനിയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറഞ്ഞിട്ടേ, മസ്താനി ഒന്നല്ല എന്നോട് പറഞ്ഞു, എനിക്കിത് പുറത്തുനിന്നേ അറിയുന്ന കാര്യം, എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, ഇത് പിന്നെ ലോകം മുഴുവൻ അറിയുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആദിലെ നൂറയൊക്കെ ഞെട്ടിപ്പോവാണ്. മസ്താനി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ശൈത്യ ഇവരോടൊക്കെ പോയി പറയുന്നത്. ആര്യനോട് മസ്താനിയാണ് ഈ കഥ പറഞ്ഞത്, പുറത്തുനിന്ന് മൊത്തം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയിലാണ്. അപ്പോഴേക്ക് ശൈത്യ ഭയങ്കര മാസമായിട്ട് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായോ, ഞാൻ നിൻ്റെ കാര്യമൊന്നും ആരോടും ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല, നീ നിൻ്റെ സീരിയൽ അഭിനയം ഒന്നും നിർത്തത്, ഇതൊക്കെ നിൻ്റെ സീരിയലിൽ പോയി അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശൈത്യ അവിടെ മാസം ഇറക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഒന്നും മിണ്ടുന്നില്ല. അനുമോൾ പറയുന്നുണ്ട്, ആ ലൈഫ് സ്റ്റോറിയിൽ പറയണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, എനിക്കെൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നെവിനോട് അത് പറയുന്നത്. അപ്പോൾ നെവിൻ പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണ്, അത് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോഴേക്കും ആദിൽ ശൈത്യനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം നീയല്ലേ പറഞ്ഞത് മസ്താനി ഇത് പറഞ്ഞേന്ന്, മസ്താനിനോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മസ്താനി പറയേണ്ട അനുമോൾ തന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആരോടും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇതിൽ ജിഷൻ കയറി ഇടപെടുന്നുണ്ട്. പുറത്തുനിന്നുള്ളവർ ഇവിടെ വന്ന് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ്, ഇതൊന്നും പുറത്തുനിന്നുള്ളവരല്ല, സ്വന്തം ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഓരോന്ന് ഉണ്ടാക്കി പറയുന്നതാണ് ആര്യം ചെയ്യുന്നത്. അത് മിനിങ്ങാന്ന് തൊട്ടേ ഞാൻ ഇട്ട ഒരു കാര്യമാണ്, അത് അവളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഞാൻ വെറുതെ എടുത്തിട്ടതാണ്, അല്ലാതെ പേഴ്സണൽ ലൈഫ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, അവളുടെ കാര്യം ഞാനാണ് കൊണ്ടുവന്നിട്ടേന്ന് പറഞ്ഞു. ആദില വന്നിട്ട് അതിനകത്ത് വേറൊരു കളി കളിക്കാൻ നോക്കി. അനുമോളോട് പറയുന്നുണ്ട്, നീ ഇതിനകത്ത് എന്താ പ്രതികരിക്കാത്തത്, നിൻ്റെ പേരിലല്ലേ ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നതെന്ന്. അനുമോൾ കൂളായിട്ട് ആദിലനോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, നിനക്കെന്താണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല, ഇതിപ്പോൾ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് അവിടെ പുറത്ത് ബ്രേക്കപ്പായി, അതിനിപ്പോൾ എന്താണ് പ്രശ്നം? പ്രണയം എന്ന് പറയുന്നത് ആർക്കും നടക്കാത്ത കാര്യമൊന്നുമല്ല, നടന്നു, അത് അഫെയർ ഉണ്ടായിരുന്നു, ആ ബ്രേക്കപ്പുമായി, അതിനിപ്പോൾ എന്താണ്? എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു ഇത് താല്പര്യമില്ല, എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ല, ഞാൻ പ്രതികരിക്കുകയില്ല എന്ന് ആദിലെൻ്റെ മുഖത്ത് നോക്കി അനുമോള് പറഞ്ഞു. ആദിലവിടെ മിണ്ടാണ്ടിരുന്നു.